അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാസ്തികരുമായി പ്രത്യേകിച്ചും ഇസ്ലാം വിരോധികളുമായി വീണ്ടും സംവാദത്തിന്റെ അന്തരീക്ഷവും മറ്റൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അത്രയേറെ ആളുകൾ കണ്ടിട്ടുള്ള ഒരു സംവാദത്തിന്റെ ഓർമ്മകൾ, അതുമായി ഇപ്പൊ നടക്കുന്ന കുറെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ആ ഒരു സംവാദത്തിന്റെ കുറെ ഓർമ്മകളും അതിനു മുമ്പുള്ള വികാസങ്ങളൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ എം അക്ബറും അതുപോലെ തന്നെ ജബ്ബാറും തമ്മിലുള്ള സംവാദം, അത് ആ ഒരു സംവാദം മാത്രമല്ല ഹിസ്റ്റോറിക്, മറിച്ച് അതിനു മുമ്പ് നടന്നിട്ടുള്ള ചർച്ചകളും അത്രമേൽ പ്രധാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ജബ്ബാർ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലാണ് ആ സംവാദത്തിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കാരണം വളരെ കോൺഫിഡൻസോടുകൂടി പിന്നെ ഇവരാരും ഏറ്റെടുക്കില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം പൊതുവേ തന്നെ ഇങ്ങനെയുള്ള മതവിരോധികളുടെ ആ വെറുപ്പിനോട്, വിദ്വേഷത്തോട്, അതിനോടൊരു സ്റ്റേജ് പങ്കിടേണ്ട ഒരു ആവശ്യമില്ല എന്ന രൂപത്തിൽ ഇഗ്നോർ ചെയ്ത് പോയിരുന്നു. അപ്പൊ ആ ഒരു ഇഗ്നോർ ചെയ്ത് പോകും എന്ന ഒരു കോൺഫിഡൻസോടുകൂടി പിന്നെ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഖുർആനും ശാസ്ത്രവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സീരിയലായി ഏതാനും വീഡിയോകൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ആ ആദ്യത്തെ 2-3 വീഡിയോകൾക്കകത്താണ് ഞാൻ സാന്ദർഭികമായി ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയത്. അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ എൻ്റെ മനസ്സിൽ വിശ്വാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുടർന്നു വരുന്ന ചർച്ച കാണണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ അത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയൊരു ചർച്ചയാക്കി കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് അതിന് ഇങ്ങനെ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്. ഖുർആനിന്റെ അന്നത്തെ കാലത്ത് അറിവില്ലാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് തെളിയിച്ചാൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലും എന്നുള്ളത്. അപ്പോ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന രംഗം വളരെ രസകരമായിരുന്നു. വെല്ലുവിളിക്കുള്ള മറുപടിയായി എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ ആ സംവാദ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നു എം എം അക്ബർ സാഹിബ് അത് ഏറ്റെടുത്തതിന് ശേഷം പോലും അല്ലെ, ഇത് ഏറ്റെടുത്താലും വരില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെയാണ്. അത് എം എം അക്ബർ വേറെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഇവിടെ ജബ്ബാർ വന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമെന്ന രീതിയിലേക്കുള്ള പ്രചാരണങ്ങൾ നടന്നു. വരാമെന്ന് പറഞ്ഞ ചാനലുകളിൽ യഥാർത്ഥത്തിൽ സംഘാടകർ സംഘടിപ്പിക്കുന്ന വേദിയിലേക്ക് വരാതെ അതിന് സമാന്തരമായി ഇവർ മറ്റൊരു വേദി ബുക്ക് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത്. അപ്പം അതിലേക്ക് അക്ബർ ചെല്ലുകയും അവിടെ സംവാദത്തിന് ജബ്ബാർ മാഷ് വന്നില്ല എന്ന പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ അവസാനത്തെ കുതന്ത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് റോസ് ലോഞ്ചിന് പുറത്ത് മറ്റൊരു വേദിയാണെന്നാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ റോസ് ലോഞ്ചിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 2-ാം നമ്പർ ഹാളാണ്. അവിടെ 1ഉം 3ഉം ഇപ്പോഴും വേക്കൻ്റ് ആണ്. അതിൽ തന്നെ മറ്റൊരു ഹാള് ബുക്ക് ചെയ്തിട്ടും ഇവർ ഈ കുതന്ത്രം കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പൊ അതിന്റെ എനിക്കൊന്ന് ഡ്രാഗ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇപ്പൊ എസൻസ് അല്ല, ഈ കോളാമ്പി എന്നുള്ള പേജുണ്ടല്ലോ, അവരുടെ പേജിലൊക്കെ വാട എന്ന രീതിയിലൊക്കെ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഞങ്ങളുടെ മുമ്പിൽ ജബ്ബാർ ഉണ്ട്, ഇനി ആര് വന്നാലും പ്രശ്നമില്ല, വലിയ അറബി പണ്ഡിതനാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്, അതുകൊണ്ട് പിന്നെ ആര് വന്നാലും പ്രശ്നമില്ല എന്ന രീതിയിലൊക്കെ വലിയ വെല്ലുവിളികളൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര രസകരമായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എഴുത്തുകൾ. നമ്മൾ രണ്ടു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വളരെ പക്വമായിട്ടുള്ള രീതിയിലുള്ള എഴുത്തുകുത്തുകൾ, അല്ലെങ്കിൽ പിന്നെ വരമൊഴിയായി തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിന്റെ ഈ ഇപ്പുറത്തെ ഒരു വശത്തെ പക്വത നമുക്ക് വളരെ വ്യക്തമായിരുന്നു. എന്നാൽ അപ്പുറത്തെ വശത്തെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സിനിമ മീമുകളും അല്ലെങ്കിൽ ട്രോളുകളും ഒക്കെ ഇട്ട് വ്യക്തിഹത്യ ചെയ്ത് വളരെ മോശമായ രീതിയിൽ വാട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു പരസ്പര ബഹുമാനമില്ലാതെ, അല്ലെ, നമ്മൾ ഒരു സംവാദമാണെങ്കിൽ ഒരു ഇന്റർലോക്യൂട്ടറിന് കൊടുക്കുന്ന ഒരു ബഹുമാനമല്ലേ, അതൊന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള എഴുത്തുകൾ നോക്കുക, അത് ആരെങ്കിലും എഴുതിയിടുന്ന മാത്രമല്ല, ജബ്ബാർ തന്നെ എഴുതിയിടുന്ന എഴുത്തിലുള്ള ശൈലി ഉണ്ടല്ലോ, വളരെ എവിടെയായിരുന്നു മോശപ്പെട്ട ഭാഷയാണെന്നാണ്. അതെ, ഇതില് ശരിക്കും പറഞ്ഞാല് ഏത് സമയത്ത് ഇപ്പൊ ഈ ഒരു സമയത്തുള്ള സംവാദമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെന്തോ ഒരു സ്ട്രീറ്റ് ഫൈറ്റിനൊക്കെ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല, മാത്രമല്ല സംവാദം വിശ്വാസികളും നാസ്തികരും തമ്മിൽ മാത്രം നടക്കുന്നതല്ല. അത് പല വിഷയങ്ങളില് പലതരത്തിലുള്ള സംവാദങ്ങൾ പിന്നെ ഇന്റർനാഷണലി തന്നെ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും കാണാത്ത രൂപത്തിൽ ഒരു സംവാദം അങ്ങോട്ട് പിന്നെ വെല്ലുവിളിക്കാന്ന് പറയുന്നത് ഒരു പ്രഹസനം, അത് ഏറ്റെടുത്താൽ വേറെ പ്രഹസനം, സംവാദമാണെങ്കിൽ അവിടെ വേറെ പ്രഹസനങ്ങൾ. ഇങ്ങനെ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു മുഖം അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരമൊക്കെ വെളിവാകുന്ന ഒരു സന്ദർഭമായിരുന്നു ആ സംവാദം അതിനു മുമ്പുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ് എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത്. കാരണം ആ എഴുത്ത്, നേരത്തെ പറഞ്ഞ എഴുത്തുകളിൽ
അതുപോലെ തന്നെ സംവാദത്തിന് അന്ന് വരേക്കും ആ ഒരു ദിവസം വരേക്കും അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് പറയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൽ അതുവരെ ആ സമയത്ത് നടത്തിയിട്ടുള്ള ഇവരുടെ വീഡിയോകളൊക്കെ ആർക്കാണെങ്കിൽ പരിശോധിക്കാം. അപ്പൊ അവരൊക്കെ എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് നുണകൾ പറയുന്നത്, ആരോപണങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മള് ഒരു പിന്നെ ചരിത്ര രേഖ എന്നുള്ള രൂപത്തിൽ ഇപ്പൊ നമ്മളൊരു പുസ്തകമായി പുറത്തിറക്കിയിട്ടുണ്ട്. എം അക്ബർ, എ ജബ്ബാർ ഈ വിഷയത്തിലുള്ള സംവാദം ആ ഒരു പുസ്തകമായി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ മതവിശ്വാസികൾ ഒരു നിലക്കും സംവാദത്തിന് വരില്ല. ഇപ്പൊ തന്നെ നമുക്ക് കാണുന്നത് അവരെന്തായാലും വരില്ല, ഞങ്ങളോട് സംവദിക്കാൻ എങ്ങനെ കഴിയാനാണ്. അപ്പൊ ആ ഒരു ഇമേജ് ആയിരുന്നു യഥാർത്ഥത്തിൽ എ ജബ്ബാറിന് ഉണ്ടായിരുന്നത്. ആ സമയം വരെ ഒരു നിലക്കും സംവാദത്തിന് ആരും വരാത്ത രൂപത്തിൽ അജയ്യനായി കിടക്കുന്ന ഇനി എം അക്ബർ ആരും വന്നാൽ അതോടുകൂടി തീർന്നു എന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുകയും ആ ഒരു ഇമേജിന്റെ ആ ഒരു ബിൽഡപ്പിന്റെ മുകളിൽ പിന്നെ ആ ഒരു അഹങ്കാരവും പുച്ഛവും അതുപോലെ തന്നെ പരിഹാസവും എല്ലാം നിറഞ്ഞ ഒരു സമീപനായിരുന്നു മറുഭാഗത്ത് നിന്ന് വന്നിരുന്നത് എന്നതാണ്. അപ്പൊ സംവാദത്തിന്റെ എഴുത്തുകുത്തുകളിൽ അത് വളരെ പ്രകടമായിരുന്നു. ഇനി സംവാദത്തിലേക്ക് എത്തുമ്പോ പിന്നെ ഈ വ്യവസ്ഥകളിൽ അവർ കാണിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു സംവാദം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ സമയം അയാൾ പറയും, മറ്റേ അതിനോട് ഗണന പറയും. ഇത് അതല്ല, ഒരു പ്രസംഗ മത്സരം പോലെയാണ്. പിന്നെ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു എ ജബ്ബാർ വെല്ലുവിളി നടത്തിയ അദ്ദേഹം ആദ്യത്തെ പ്രസംഗവും വിശാലനവും അദ്ദേഹം തന്നെ ചെയ്യണം എന്നുള്ള വാശിയായിരുന്നു. കാരണം എന്നാലോചിച്ച് നോക്കാം, ഇങ്ങനെ വല്ലതും ഉണ്ടെന്ന് തെളിയിച്ചു തന്നാൽ ഞാൻ കലിമൊല്ലുന്നാണ് വെല്ലുവിളി. അപ്പൊ തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് പോയിട്ട് തെളിയിച്ചാലല്ലേ ബാക്കി സംഭവം നടക്കുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ പ്രസംഗം എനിക്ക് വേണം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് കുറച്ച് ബുദ്ധികൾ ആര് ചോദിച്ചോ ഇതെന്താണ് ഇതിങ്ങനെ തെളിയിക്കാൻ വെല്ലുവിളിച്ചത്. തെളിയിച്ചാലല്ലേ ബാക്കി അതിനെ കുറിച്ചല്ലേ സംവാദം നടത്തുന്നത്. പക്ഷെ തെളിയിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണം, പിന്നെ പ്രസംഗം നടത്തണം. അപ്പോ ഒരു നിലക്കും ഒരു യുക്തി ഇല്ലായിട്ട് പോലും എന്ത് ചെയ്യുന്നു, ഇങ്ങനെങ്കിലും സംഭവം നടക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ഓക്കെ പറയുന്നു. സമയത്തിന്റെ വിഷയത്തെ കുറെ ചോദിച്ചിരുന്നു, എല്ലാം വഴി വെച്ചു കൊടുക്കുകയാണ് അല്ലെ. എന്നിട്ടും ഒരു നിലക്കും പിന്നെന്താ പറയാ സമയത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യം സംസാരിക്കേണ്ട ആരോഗ്യം കൊടുത്തിട്ട് എല്ലാ നിലക്കും വിട്ടുവീഴ്ച കൊടുക്കുന്നു. അതിന്റെ സംഘാടനം അത് പൂർണ്ണമായിട്ട് അവര് ചെയ്യുന്നത് എല്ലാ നിലക്കും അവര് പറയുന്ന എല്ലാ കണ്ടീഷൻസും അംഗീകരിക്കും. എന്നാൽ അതേ സമയത്ത് ഇത് ആളുകൾക്ക് ബോധ്യപ്പെടും വേണം. അത് ഒറ്റയ്ക്ക് അംഗീകരിക്കുന്നതിന് പകരം അതിന്റെ യുക്തികൾ നമ്മൾ വിശദീകരിക്കുകയും എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആയിക്കോട്ടെ സംവാദം നടക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്. അപ്പൊ അത് ആ രൂപത്തിലുള്ള വാശികൾ നമ്മൾ കണ്ടു. പിന്നെ എന്താ വെച്ചാൽ ഇത് പെട്ടൂര് മനസ്സിലായതാണ് എനിക്ക് തോന്നിയത്. ആ ഒരു എഴുത്തുകൾ കണ്ടപ്പോ ഏതൊരാൾക്കും ഇപ്പൊ ആണെങ്കിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് അവൈലബിൾ ആണ്. അപ്പോ പിന്നെ അവസാനം പിന്നെ സംഭവത്തിലേക്ക് എത്തും. അതിന്റെ ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചതിന് ശേഷം പിന്നെ ഡേറ്റ് നിശ്ചയിച്ചെങ്കിലും അക്ബർ വരില്ല. അപ്പൊ അതായിരുന്നു പിന്നെ കുറെ കാലം. അപ്പോ അതില് എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ അത് എങ്ങനെ പോകണം, നമ്മൾ രണ്ടാളും അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ വലിയ ഘോരഘോരമായ ഞങ്ങൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്, എം അക്ബർ അവിടേക്ക് വരില്ല, ിലേക്ക് അക്ബർ ചെല്ലുകയും അവിടെ ജനാധിപത്യപരമായ രീതിയിലാണ് സംവാദം നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുകയും ആ സംവാദത്തിന് ജബ്ബാർ മാഷ് വന്നില്ല എന്ന പ്രചാരണം നടത്തി അന്നത്തെ ദിവസം തടി സലാമത്താക്കാനാണ് എം അക്ബർ ഇപ്പോൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. പിന്നെ വേറെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പ് പിന്നെ തലയിറങ്ങി സംവാദത്തിൽ നിന്ന് പിന്മാറി പോസ്റ്റർ വലിച്ചിറക്കി. പിന്നെ വേറെ എന്താ വെച്ചാല് എനിക്ക് ഓർമ്മ നമ്മളവിടെ എത്തിയല്ലോ, തലേന്ന് നമ്മൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു. നമ്മള് പിന്നെ പിറ്റേന്ന് സംവാദത്തിന് പോകാൻ വേണ്ടി തലേന്ന് പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താ വെച്ചാൽ എം അക്ബർ നാളെ മറ്റൊരു റൂമിൽ റോസ് ലോഞ്ചിൽ തന്നെ മറ്റൊരു റൂം ബുക്ക് ചെയ്തുകൊണ്ട് എം അക്ബർ അവിടേക്കാണ് പോവുക, ഞങ്ങളുടെ വേദിയിലേക്ക് വരില്ല, സംവാദ വേദിയിലേക്ക് വരില്ല. എന്നിട്ട് അന്ന് രാവിലെ പോലും ഈ രൂപത്തിലാണ് പ്രചാരണം. എന്തായാലും വരൂല. അപ്പൊ നമ്മളെന്ന് വെച്ചാല് ഈ സംവാദത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു, അവിടേക്ക് പോകേണ്ട ആളുകൾ റെഡിയാവുന്നു, അവിടേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഇപ്പൊക്കെ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചു, ആധികാരികമായി പറയണം. അപ്പൊ ഞാൻ ശരിക്കും പറയുന്നത് ഇവരുടെയൊക്കെ വീഡിയോകൾക്ക് കേട്ട് എന്തെങ്കിലും സത്യം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ ചെയ്യുന്ന കാര്യം ഈ സംവാദത്തിന് മുമ്പുള്ള വീഡിയോസ് കാണാൻ. അപ്പൊ എത്ര ആധികാരികമായിട്ടാണ്, വളരെ ആധികാരികമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ. എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. അക്ബർ സാഹിബ് അവിടുന്ന് സംവാദ ദിവസം ആ സമയമായപ്പോൾ വണ്ടിയിൽ വന്നിങ്ങനെ ഇറങ്ങുമ്പോൾ
അവിടെ വിളിക്കുന്ന കുറെ ആളുകൾ സംഘാടകരുണ്ടല്ലോ, ഈ പറയുന്ന ആളുകൾ പ്രഖ്യാപിത നുണയൻ ഉൾപ്പെടെ അവരുടെയൊക്കെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഞാൻ വളരെ കൃത്യമായി കണ്ടതാണ്. യഥാർത്ഥത്തിൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് അദ്ദേഹം വേറൊരു ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെ ഉണ്ടോ ഇവിടെ ഈ യജമാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗം നടത്തി പോവാ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ എത്തി. അക്ബർ സാഹിബ് എത്തിയതിനു ശേഷമാണ് യജബർ എത്തിയെന്നാണ് എന്റെ ഓർമ്മ. നമ്മളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, അവിടെ സദസ്സിൽ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ സംവാദം തുടങ്ങുന്നു. ശരിക്കും പറഞ്ഞാല് ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു സംവാദമാണ്, രണ്ട് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക. മാത്രമല്ല ആ സംവാദത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. കേരളം മുഴുവൻ TV ചാനലുകളിൽ ഏതൊരു പ്രാദേശിക TV സംപ്രേഷണം, പിന്നെ യൂട്യൂബിൽ 2 ആളുകളുടെ ചാനലിൽ, ഇങ്ങനെ എല്ലാ നിലക്കും കേരളം ലക്ഷക്കണക്കിന് ആളുകൾ, അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവാദമാണ്. അപ്പൊ ആ ഒരു എന്തായാലും നമുക്കത് ഒരു ആകാംക്ഷ ഉണ്ടാവുക, എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ജബാർ എങ്ങനെയായിരിക്കും ആർഗ്യുമെന്റിനെ റെഫ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു ആകാംക്ഷയോട് കൂടിയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഈ ജബാർ എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള അജയ്യൻ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ അത്രയും പിന്നെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. അവരും മറുഭാഗത്ത് എക്സ്പെക്ടേഷൻ. എന്നിട്ട് തുടങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ, ആ ഒരു ആദ്യത്തെ സംസാരം കേട്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞാല് പിന്നെ ഒരു ഭാഗത്ത് എന്തോ ഒരു മരിച്ച വീട്ടിൽ പോയ മാതിരി, മറുഭാഗത്ത് ഇങ്ങനെ എങ്ങനെ ചിരി അടക്കും. മുസ്ലിം ഭാഗത്തുള്ള ഓഡിയൻസിനെ നമ്മളെല്ലാരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സദസ്സിലാകുമ്പോൾ നമ്മൾ മറുഭാഗത്തോട് കാണിക്കേണ്ട ഒരു മാന്യത ഉണ്ടെന്നുള്ള ഒരു ചിരിയോ മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി ഇല്ലാത്ത രൂപത്തിൽ മാന്യമായി അവിടെ ഇരുന്നത്. പക്ഷെ നമുക്കൊക്കെ പറഞ്ഞാല് ഇത് എന്താ കഥ എന്നായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ ഒരു പിന്നെ ഒരു റിയാക്ഷൻ അതായിരുന്നു. എനിക്ക് മറുപടി വളരെ നമ്മളെല്ലാവർക്കും ഓർത്തിരിക്കണമെന്ന് തോന്നുന്നു. എം അക്ബറിന്റെ ചോദ്യത്തിനുള്ള വിഷയത്തിനുള്ള മറുപടി പറയാൻ എനിക്ക് 2 മിനിറ്റ് മതി. അതുകൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ മാറ്റി. അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ചിരിയാറ് പറഞ്ഞു വെച്ചാൽ നമ്മളെ ഒരു മാന്യത മാന്യത പാലിക്കാൻ വേണ്ടി മാത്രം ആ ചിരി അടക്കി വെച്ചു. മാത്രമല്ല അക്ബർ സാഹിബിന്റെ വിഷയാവതരണം അത് അത്രമേൽ കൃത്യമായിട്ട് മറുഭാഗത്ത് ഇങ്ങനെ കുറെ അങ്ങനെ ഇങ്ങനെ ഒരു ഇതിലപ്പോ സിന്ധാനി പ്രൊജക്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ ആളുകൾ ഈ യുക്തിവാദ ഭാഗത്തുള്ള അല്ലെങ്കിൽ നാസ്തിക ഭാഗത്തുള്ള ആളുകളെ നമ്മളിങ്ങനെ നോക്കി, ഞാന് സൈഡിലായിരുന്നു. അപ്പൊ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവര് പോലും അവരുടെ മുഖത്ത് ഞാൻ വായിച്ചത് അതാണ്, എന്താ യാതൊരു ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്ബർ സാഹിബ് ആണെങ്കിൽ വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ഇന്നതാണ് വിഷയം, ഇന്നതാണ് എനിക്ക് മുന്നോട്ടൊക്കെ ആയത്തിലാണ്, അതിന്റെ കാര്യങ്ങൾ സയൻസ് ഇന്നത്തെ അറബി ഭാഷയിൽ അത് ഇന്ന രൂപത്തിലാണ്. ഇതിങ്ങനെ വളരെ കൃത്യമായ രൂപത്തിൽ അതിൽ ഒരു പഴുതുപോലും ഇല്ലാത്ത രൂപത്തിൽ സ്ക്രീനിൽ കാണിച്ച് അതിന്റെ ഇമേജുകൾ കാണിച്ച് കൃത്യമായ രൂപത്തിലുള്ള അവതരണം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏതോ ഒരു ചിന്തായും പ്രൊജക്ടിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിന് മറുപടി ഞാൻ ചിലപ്പം വേറെ പിന്നെ പറഞ്ഞേക്കാം. ഒരു സംവാദത്തിലാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ടാബൊക്കെ എടുത്തിട്ട് എന്തായിരിക്കും ഇതിന് മറുപടി പറയാൻ പോകുന്നത്, അതില് നമ്മള് എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി നിൽക്കായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ബാങ്കിലിട്ട് നോക്കിയത്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ സംവാദം മുന്നോട്ട് പോകുന്നതോറും ഈ ഒരു അവസ്ഥ കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്തത് അവിടെ. അപ്പോ യുക്തിവാദ ഭാഗത്തുള്ള ആളുകളുടെ ഒക്കെ കുറെ ആളുകളുടെ ഒരു എന്താ പറയാ മടുത്ത രൂപത്തിലാണ്. പിന്നെ ഞാൻ ഇടയിലൊന്ന് പുറത്തു പോയപ്പം ഈ പറഞ്ഞ ലിയാഖത്ത് ജബ്ബാർ അവരൊക്കെ ലിയാഖത്ത് ആരിഫ് അവരൊക്കെ അവിടെ ഇങ്ങനെ എന്തോ കിളി പോയത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ജബ്ബാർ മാഷ വൈഫ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഒരു ഇനിയൊന്നും കൂടുതൽ പ്രതീക്ഷയില്ല. അവരെ കണ്ടപ്പോ എനിക്കൊരു സങ്കടം തോന്നി. കാരണം സ്വന്തം അപ്പൊ ആ ഒരു നിലക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ നിലക്കെല്ലാം പോയല്ലോ. കാരണം ഇത് ഏതെങ്കിലും ചെറിയൊരു സംവാദമല്ല, ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവാദത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന രൂപത്തിലായിരുന്നു. പിന്നെ അവസാനം നമുക്കറിയാം പിന്നെ ചോദ്യോത്തര വേളയായിരുന്നു. പിന്നെ സംവാദത്തിൽ മൊത്തത്തിൽ തന്നെ തകർന്നു. പിന്നെ ചോദ്യോത്തര വേളയായിരുന്നു. അപ്പൊ സുഹൈൽ എന്തൊരു ചോദ്യം എനിക്ക് തോന്നുന്നു സയന്റിഫിക് മെത്തഡോളജിയെ കുറിച്ച് ചോദിച്ചു. അതുമായി യാതൊരു ബന്ധമില്ല, എന്തോ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തത് വളരെ രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു തോന്നുന്നു. അവര് തീരുമാനിച്ചതാണ് ഒരു ചോദ്യം ഒരു മറുപടി, ഉപചോദ്യം ഒന്നും പാടില്ല. അപ്പോ നമ്മൾ ചെയ്തതെന്ന് വെച്ചാല് ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന ആളുടെ കൂടെ തന്നെ ആദ്യം ചോദിച്ചതിന്റെ ഒരു ഉപചോദ്യം കൂടെ ചേർത്ത് ചോദിക്കുക എന്നുള്ളത്. കാരണം ഇവര് ഈ ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞത് എന്നത് വ്യക്തമായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നിട്ട് പോലും അതിനൊന്നും മറുപടി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, പരിണാമമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ അവിടെ ഒന്നും മറുപടി ഇല്ല എന്നുള്ളത് ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് സയൻസ് പറയാൻ തന്നെ അറിയാത്ത ഒരാളാണോ ഖുർആന്
ഖുറാനിലെ സയൻസിന് വിരുദ്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞ അത് നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ നുണകൾ ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. ഒരു നുണയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന് ഒരു കൗണ്ടറും അപ്പോ എന്താ വെച്ചാല് ഒരു അദ്ദേഹത്തിന്റെ ഒരു ബ്ലോഗിൽ എഴുതിയിട്ടുള്ള ആയത്തിന്റെ പകുതി ഭാഗം കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം. അപ്പൊ ആയത്ത് പകുതി കൊടുക്കുന്നു, പിന്നെ 3 കുത്തിടുന്നു, എന്നിട്ട് അടുത്ത ആയത്തിന്റെ ഭാഗമാണ് പിന്നെ കൊടുക്കുന്നത്. അപ്പൊ അത് പച്ചയായ നുണയും തട്ടിപ്പുമായിരുന്നു. അത് എന്തിനാണ് നിങ്ങൾ തട്ടിപ്പ് ഓർമ്മയില്ലാന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞു, ഇപ്പോഴും അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ട് എന്തിനാണ് ആ കുത്തിട്ടത്. അപ്പൊ അത് ആ രൂപത്തിലായിരുന്നു. മറുഭാഗത്തുള്ള ചോദ്യങ്ങൾ പിന്നെ അതിനേക്കാൾ രസമായിരുന്നു. എന്താ വെച്ചാല് പിന്നെ വിഷയത്തിൽ ചോദിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തത് പിന്നെ ചോദിച്ചത് ഈ നമ്മുടെ ഈ മതവിരോധിയായിട്ടുള്ള അയാളിങ്ങനെ കിടന്നിങ്ങനെ തുള്ളായിരുന്നു. അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മളത് ഞാനും വിചാരിച്ചു മൂപ്പർക്ക് എന്തോ ഒരു കാര്യമായൊരു പ്രശ്നമുണ്ട്, ഈ ഫ്രസ്ട്രേഷൻ കൂടിയിട്ടായിരിക്കും അത് കേട്ട് ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും പറഞ്ഞ് കുടിച്ചിരിക്കണമല്ലോ. അപ്പൊ അത് എനിക്കൊന്ന് ഇത്യാസംഘത്തിന്റെ നേതാക്കന്മാർ തന്നെ അവിടെ നിങ്ങൾ അടങ്ങിയിരിക്കുക പറയുന്നത് അത് നമുക്ക് വ്യക്തമായിരുന്നു. സ്റ്റേജിൽ നിന്ന് മാത്രമല്ല സദസ്സിലിരിക്കുന്ന ആളുകൾ തന്നെ അവിടെ എനിക്ക് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് പിന്നെ നല്ല രസമായിരുന്നു ഇങ്ങനെ സദസ്സിങ്ങനെ കാണാൻ. കാരണം എന്താ വെച്ചാല് ആ ചോദ്യം തന്നെ വെക്കുക, അതായത് ആഴക്കടലിൽ സൺലൈറ്റ് എത്തൂല, അവിടെ അന്ധകാരമാണ്, സ്വന്തം കൈ പുറത്തേക്ക് എടുത്താൽ പോലും കാണാത്ത രൂപത്തിൽ അത്രയും അന്ധകാരമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോ ഞാൻ കടലിൽ വീണിരുന്നു, ബോധം പോയിരുന്നു, എനിക്ക് കണ്ണ് കണ്ടിട്ടില്ല എന്ന് വളരെ തരസമായ രീതിയിൽ മറുപടിയും വന്നല്ലോ. അത് കോമൺ സെൻസ് അല്ലേ ശരിക്കും. എനിക്ക് മൂപ്പര് ഈ മെറ്റീരിയൽ മെഡിക്കൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയുന്നു അല്ലെ, അതിനെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു കോമൺ സെൻസ് എന്താ മനസ്സിലാവാത്തുള്ളതാണ്. ആളുകളുടെ ബോധം പോകുമ്പോൾ ഇരുട്ടായിരിക്കും അല്ലെ, വിഷൻ ബ്ലർ ആവുമല്ലോ. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. കാരണം അത് വലിയ കാര്യമല്ല ചോദിക്കുന്നത്. ഞാനും ഭയങ്കര കോൺഫിഡൻസ് അത് ഇതിന് ഇങ്ങനെ ഒരു മറുപടി വന്നതോടുകൂടി ആകെ പിന്നെ ഫ്രസ്ട്രേഷൻ. എന്നിട്ട് വീണ്ടും ഉപചോദ്യം ഇങ്ങനെ അത് മൈക്ക് തട്ടി വെച്ചിട്ടൊക്കെയാണ് അവർ ഇരിക്കാൻ വേണ്ടി കേൾക്കാതെ വീണ്ടും എടുത്ത് ചോദിക്കാറ്. പിന്നെ മൈക്ക് മാറ്റിയിട്ട് മൈക്ക് ഇല്ലാതെ തന്നെ നടക്കുന്ന ഒച്ച ആയിരുന്നു. അപ്പോഴാണ് വേദിയിൽ നിന്നും അനിൽകുമാർ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ടില്ല, അവിടെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അടങ്ങുന്നുള്ളത്. അവിടെയുള്ള സദസ്സുകളിലേക്ക് പറഞ്ഞു അവരെ മാറ്റിയിരുത്താണ്. അപ്പൊ ആ രൂപത്തിലായിരുന്നു. നമുക്ക് ഒരു തർക്കം, ഒരു സംസ്കാരമുള്ള ഒരു സദസ്സിലൊന്നും തീരെ പാടില്ലാത്ത രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു അവർ കാണാൻ. എന്നുവെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ഹൈപ്പിൽ നിന്നൊരു സാധനമാണ് പൊട്ടിപ്പൊളിഞ്ഞ അത് എങ്ങനെ ഒരു കാണുന്ന ആളുകൾക്ക് എത്രത്തോളം അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഇരുന്ന് സദസ്സിലിരുന്ന ആ ഒരു അനുഭവം ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിരുന്നു. ഈ ലൈവായിട്ട് കണ്ടപ്പോഴും അവർക്കൊക്കെ ഉണ്ടായിരുന്ന അവസാനം അമ്മ സാഹിബിന്റെ ഒരു വാചകമുണ്ട്. പിന്നെ ഖുർആനിങ്ങനെ എടുത്തിട്ട് ഈ ഗ്രന്ഥം കയ്യിലെടുത്തോളം ഒരാളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തന്നെ കൊല്ലാൻ കഴിയില്ല. ആ ഒരു വാചകം ഉണ്ടല്ലോ, അത് എന്നോട് ഒരാൾ പറയായിരുന്നു. ആ വാചകം കേട്ടപ്പോൾ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവസാനം ആ ഒരു ലാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ ശരിക്കും രോമാഞ്ചം വന്നു എന്നുള്ളത്. ശരിക്കും ആ സദസ്സിലാകുമ്പോൾ അതിനേക്കാൾ ഒരു വലിയൊരു ഫീൽ ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ ഖുർആനിനെയും പിന്നെ റസൂലിനെയൊക്കെ അത്രമേൽ അധിക്ഷേപിച്ചുകൊണ്ട് ഇതിനൊന്നും ഇവർക്കൊന്നും ഒരു മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞോളൂ. ഒരുപാട് നമ്മൾ കൃത്യമായ മറുപടികൾ കൊടുക്കുന്നു. പക്ഷെ അതിനൊന്നും ഒരു കൗണ്ടറും ഇല്ലാതെ ഇവർക്ക് മറുപടി ഒന്നും ഇല്ല, ഇവർ സംവാദത്തിന് വരാൻ തയ്യാറാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉണ്ടാക്കിയ ചീട്ടുകൊട്ടാരം നേരെ മുന്നിൽ കൺമുന്നിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പൊ ആ ഒരു അനുഭവം സംവാദം കഴിഞ്ഞിട്ടും രസകരമായിട്ടുള്ള സംഗതികൾ നടന്നല്ലോ. അപ്പോ ഇ എ ജബ്ബാർ എങ്ങോട്ട് പോയി എന്ന് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥയായി. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു കൺക്ലൂഷൻ എനിക്കൊന്ന് അനിൽകുമാർ സാറിന്റെ ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഒരു ബാഗില് പുസ്തകങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് വെള്ളം കുടിക്കുന്നതും കണ്ടു, പിന്നെയും കണ്ടിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് യുക്തിവാദ സംഘത്തിന്റെ പ്രവർത്തകരെ തന്നെ എം അക്ബറിന്റെ അടുത്തേക്ക് വന്നിട്ട് എം സാഹിബിന്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുകയും ഹസ്തദാനം നൽകുകയും ചെയ്യുന്നത് അത് ഭയങ്കര രസമായിരുന്നു. ഒരു ഭാഗത്ത് ഇ എ ജബ്ബാർ അവിടെ നിന്ന് ഇങ്ങനെ ബാഗ് ബാക്കുന്നുണ്ട്, അക്ബർ സാഹിബ് അവിടെ നിൽക്കണം. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പോയിട്ട് കെട്ടിപ്പിടിക്കും. പക്ഷെ അവിടെ നമ്മളൊന്ന് മാറിയിരുന്നു. യുക്തിവാദികളുടെ ആളുകൾ എല്ലാം വന്നിട്ട് അക്ബർ സാഹിബിന് കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. ആ ഒരു കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേജിലെ സീൻ എന്ന് പറയുന്നത് മെമ്മറബിളാണ്, ബ്യൂട്ടിഫുൾ ആണ്. യെസ്. അപ്പൊ കാരണം മറുഭാഗത്തുള്ള അവരും കാണിച്ച ഒരു മര്യാദയും അതുപോലെ തന്നെ അവർക്ക് തന്നെ എല്ലാവർക്കും ആ സദസ്സിലിരുന്ന കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് എന്താണ് സംഭവിച്ചത് സംവാദത്തിൽ എന്നുള്ളത്. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അക്ബർ സാഹിബിനെ പിന്നെ നല്ല രൂപത്തിൽ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയും. അപ്പോ അത് അങ്ങനെ ഒരു ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അതിനുശേഷം ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എഴുതിയിട്ടായിരുന്നു
അതായിരുന്നു പിറ്റേന്ന് ചന്ദ്രിക പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം, ഇസ്ലാം വിമർശകന്റെ പതനം കെട്ട സംവാദം. അപ്പൊ അത് ശരിക്ക് നമ്മളെ അനുഭവം അതേപോലെ ാക്കിയതാണ്. ആ പതനം നമ്മൾ നേരിട്ട് കണ്ടതാ. പരപ്പനങ്ങാടി കിട്ടിയ അടി നമ്മൾ നേരിട്ട്. അപ്പൊ അത് രസകരമായ കുറെ ഉദാഹരണങ്ങൾ. അപ്പൊ ഏതായാലും അത് ആ ഒരു പിന്നെ ഒരു സംഭവത്തിന്റെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഇനി യാത്ര ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഏതായാലും പിന്നെ അവർക്ക് തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു യൂട്യൂബിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകൾ, ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വിലയിരുത്താൻ പറ്റിയ ഒരു സമയമാണ് ഈ സംവാദങ്ങളുമായി ബന്ധപ്പെട്ട സമയം എന്ന് എനിക്ക് നന്നായി തോന്നുന്നു. മുമ്പ് ഇവര് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, അതിൽ ഒരു സത്യസന്ധത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. അതിനുശേഷം ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടി, കുറെ വെള്ളക്കുപ്പി വെച്ചിട്ട് കുറെ എന്തൊക്കെ സംസാരിക്കുക. പിന്നെ ജബ്ബാർ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്, സംവാദത്തിൽ ഞാൻ തോറ്റെങ്കിലും യഥാർത്ഥത്തിൽ തോറ്റത് ഇസ്ലാം. ഞാൻ പുസ്തകം ബാഗിലേക്ക് വെച്ചതിന്റെയും താടിക്ക് കൈ കൊടുത്തിരുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് സംവാദത്തിൽ ഞാൻ തോറ്റു എന്ന് പ്രചരിപ്പിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, സംവാദ വേദിയിലെ പെർഫോമൻസിൽ ഞാൻ തോറ്റിട്ടുണ്ട്, അക്ബർ ജയിച്ചിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആത്യന്തികമായി തോറ്റത് ഖുർആനാണ്. ആത്യന്തികമായി തോൽക്കാൻ പോകുന്നത് ഇസ്ലാമാണ്. എന്നിട്ട് അതേ പറയുന്നത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. സംവാദ വേദിയിലുള്ള പെർഫോമൻസിൽ ഞാൻ തോറ്റെങ്കിലും യഥാർത്ഥത്തിൽ തോൽറ്റത് ഇസ്ലാമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിരുന്നു ആ ഒരു ന്യായീകരണമൊക്കെ. പിന്നെ കുറച്ച് ദിവസം ആ സംവാദം തോറ്റത് എന്തുകൊണ്ട് എന്നുള്ള വിശദീകരണങ്ങളായിട്ടും കുറെ ദിവസം ഉണ്ടായി. ഇസ്ലാം ജീവിതത്തിൽ ആയിരിക്കും ഇനിയുള്ള കാലം അതിനുശേഷമല്ലേ? അതിന് മുമ്പ് പറഞ്ഞിരുന്നു ആ സംവാദം ഏകദേശം എത്തുന്ന നല്ല ഒരു സംവാദം. ശരിയാണ്, ഏത് സംവാദം എടുക്കുമ്പോഴും അങ്ങനെ പറയുന്നു തോന്നുന്നു. ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. വെച്ചാല് ഞാൻ ഇതെല്ലാം നിർത്താൻ പോവാണ്, പിന്നെ പബ്ലിക് ലൈഫ് നിർത്താൻ പോവാണ്, ഇനി വിശ്രമ ജീവിതത്തിലേക്ക്. ഇത് സ്ഥിരമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ വെറുതെ പോയ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനായിരിക്കും അല്ലെ ഒരു സഹതാപകരണം ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സ്ഥിരം ഒരു പരിപാടിയാണ്, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാല് പിന്നെ അദ്ദേഹം ആ സമയത്ത് എന്നോടൊരു മുൻ യുക്തിവാദിയായിരുന്ന ഒരാൾ, ഇപ്പൊ വിശ്വാസിയായ ഒരാൾ പറഞ്ഞത് വെച്ചാല്, ഞാനൊക്കെ പിന്നെ കോളേജ് കാലം തൊട്ടേ കേൾക്കുന്നുണ്ട് ഈ വാചകം. ഇപ്പൊ ഞാൻ പൊതുവെ ജീവിതം നിർത്താൻ പോവാണ്, വിമർശനം നിർത്താൻ പോവാണെന്നുള്ളത് കോളേജ് കാലം തൊട്ടേ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഏതായാലും അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അനുഭവിക്കണം. പിന്നെ ഒരു ഇതായിരുന്നു, പിന്നെ ഈ ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു അവസ്ഥ അതിപ്പോ വീണ്ടും ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും മാത്രമല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് എസൻസി യുക്തിവാദികളും അതേപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ സമയത്ത് എഴുതിയ കുറിപ്പുകൾ ഞാൻ കുറച്ചൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ രവിചന്ദ്രനാണ് സംവാദത്തിന് കഴിവില്ലാത്തവർ സംവാദത്തിന് പോകാൻ നിൽക്കരുത്, പിന്നെ വിമർശനവും സംവാദവും രണ്ടും രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രം അറിയില്ല എന്ന് ഒരുപാട്. ശാസ്ത്രം അറിയാത്തവർ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പോകരുത്, സംവദിക്കാൻ അറിയാത്തവർ സംവാദത്തിന് പോകരുത്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളായിരുന്നു അവരുടെ ഭാഗത്ത് തന്നെ. ഏകദേശം പിന്നെ വേറൊരുത്തൻ പിന്നെ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന വേറൊരു മതവിരോധി പറഞ്ഞത് വെച്ചാൽ, പിന്നെ എല്ലാ ശാസ്ത്രവും പറയുന്ന നമ്മളെ കയ്യിൽ ഒരു ശാസ്ത്രം ഇല്ലായിരുന്നു, അക്ബറിന്റെ കയ്യിലായിരുന്നു എല്ലാ ശാസ്ത്രവും ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ വിലയിരുത്തൽ ആ സമയത്ത് തന്നെ വന്നിരുന്നു. പക്ഷെ പിന്നെ ഞാനിത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോ ഇവർ ഈ സംവാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് ഇവര് എങ്ങനെയാണ് ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നുള്ള നല്ലൊരു ഉദാഹരണമായിട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ എം അക്ബറിന്റെ സംവാദം കഴിഞ്ഞതോടുകൂടി എന്താണ് പിന്നെ അത് ഇസ്ലാമിന്റെ തകർച്ച. എങ്ങനെയാണ് ആ സമയത്ത് ആ സംവാദം കേട്ട ഒരാൾക്ക് അത് പറയാൻ പറ്റുക? നിങ്ങൾക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. എന്തിനാ വെച്ചാല് ഇത് സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പല ചിന്താഗതികളിലുള്ളവരുണ്ടാവും, പല സംഘടനക്കാരുണ്ടാവും, പല ആശയക്കാരുണ്ടാവും. അതില് ഈ എം അക്ബർ സംവാദം നടത്തിയത് കൊണ്ട് ഇസ്ലാമിന് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം ആൾക്കാർ കുറച്ച് സമയം കഴിയുമ്പോൾ ആൾക്കാരുടെ മറവി സംഭവിക്കണം. ആ മറവിയെ മുതലെടുത്തുകൊണ്ട് ഇപ്പൊ ആയക്കടൽ സംവാദം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇമാം അക്ബർ ആ സംവാദം നടത്തിയ കുറെ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടായി. എന്റെ സത്യം പറഞ്ഞ എന്റെ അനുഭവം എന്താ വെച്ചാൽ, എന്റെ കൂടെ പിന്നെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനൊക്കെ ഇങ്ങനെ ഒരു എക്സ് മുസ്ലിം ആയിട്ടില്ല, എന്നാൽ കുറെ സംശയങ്ങളും ദീനിൽ നിന്ന് മാറി ഇങ്ങനെ നിസ്കാര നോമ്പൊന്നും ഇല്ലാത്ത രൂപത്തിലൊക്കെ പോയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ഈ സംവാദം നടക്കുന്നത്. പിന്നെ അവന് ശേഷം അതിന് മുമ്പ് പറഞ്ഞ ഇങ്ങനെ കുറെ വിമർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിന് ഒരു മറുപടി ഒന്നുമില്ലല്ലോ. ഈ സംവാദത്തിന് ശേഷം അവനോട് ഞാൻ ചോദിച്ചു എന്താ അവസ്ഥ കണ്ടോ? അപ്പോഴാണ് അവൻ ആ സംഭവം ഇങ്ങനെ ഒരു മറുപടിയും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതും ആ സംഭവം തന്നെ ചെയ്യാവുന്നതും ഒക്കെ നമ്മുടെ നേരിട്ട് അനുഭവമാണ്. എന്നിട്ട് പറയാണ് എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സംവാദം. അപ്പൊ ഏതായാലും ഇത് ഇവരുടെ ഒരു നുണ എങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുന്നുള്ള ഉദാഹരണമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായ സംവാദം അത് ഇപ്പോഴും ഇവർ ഇതിനെക്കുറിച്ച് നുണ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ആ സംവാദം ഇരുന്ന് കണ്ടാൽ മാത്രം മതി, അത് എന്നാൽ തീരുന്നത്. കാരണം അതിനുശേഷം നമ്മൾ ചെയ്ത എന്താ, ആ സംവാദം പുസ്തകമാക്കി അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇറക്കി, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസോടുകൂടി
എന്തിനാ നമ്മൾ ചെയ്യുന്നത്, എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന സംവാദമാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മളൊക്കെ അനുഭവമാണ്. ഒരുപാട് ആളുകൾക്ക് ദീനിലേക്ക് തിരിച്ചു വരാൻ കാരണമായിട്ടുണ്ടെന്നുള്ള കൃത്യമായ നേരിട്ടുള്ള അനുഭവങ്ങൾ കൂടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി അതിന്റെ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് നുണ പറയാമെന്ന് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഇനിയും നടക്കും. പക്ഷെ ഇവരുടെ ഈ സംവാദ സമയത്തുള്ള ഇവരുടെ ഈ പെരുമാറ്റങ്ങളും ഇവരുടെ ഈ വെപ്രാളങ്ങളും ഒക്കെ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ, ഇവരുടെ സംസ്കാരം എന്താണെന്നുള്ളത്, ഇവരുടെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി വിളിച്ചോതുന്ന സംഭവവികാസങ്ങളാണ് ഓരോ സംവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ സംവാദത്തിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലും എല്ലാം നമ്മളത് കാണുന്നുണ്ട്. ഒരു വ്യക്തിദ്വേഷം തീർക്കുക, ആളുകളെ കളിയാക്കുക, ഒരു സമുദായത്തെ അധിക്ഷേപിക്കുക, ഇത് മാത്രം ഒരു അജണ്ടയാക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് ആ ഒരു അനുഭവങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് മാത്രം ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോകളുടെ വഴി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.